വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം BBA 4th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്, ടോപ്പിക് ബഡ്ജറ്റ് കോസ്റ്റിംഗ്. അതിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഇൻ പെർസെൻറ്റേജ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ യൂണിറ്റ്സ് ആയിരുന്നു 10,000 യൂണിറ്റ്സും. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ 10,000 യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ട് നമ്മുടെ അടുത്ത് പറയുവാണ് 8,000 യൂണിറ്റിൻ്റെ റെഡിയാക്കാൻ അല്ലെങ്കിൽ 6,000 യൂണിറ്റിൻ്റെ റെഡിയാക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്, പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ എങ്ങനെയാണ് പെർസെൻറ്റേജ് ആണ് തരുന്നത്. 80% തന്നിട്ട് 90% കപ്പാസിറ്റിയുടെ റെഡിയാക്കാൻ. ചിലപ്പോൾ ഇനി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇനി പെർസെൻറ്റേജിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ എങ്കിലും പെർസെൻറ്റേജിൽ തരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: Draw up a flexible budget at 80% capacity for overhead expenses on the basis of the following data and determine the overhead rates at 90% planned capacity. നമുക്ക് തന്നിരിക്കുന്നതിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ്, അത് 80% കപ്പാസിറ്റി ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് റെഡിയാക്കേണ്ടത് അത് കുറേ ഓവർഹെഡ് ഉണ്ട്. ഓവർഹെഡ് പറഞ്ഞാൽ അറിയാലോ അല്ലേ, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനും കൂടിയിട്ട് നമുക്ക് എന്ത് പറയുന്നത്, ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ 90% പ്ലാൻ കപ്പാസിറ്റിയിലുള്ള ഒരു ബഡ്ജറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഉള്ള പ്ലാൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 80% പ്ലാൻ കപ്പാസിറ്റിയാണ്. ഇനിയുള്ളത് നമുക്ക് ഏത് പ്രിപ്പയർ ചെയ്യണം, 90% കപ്പാസിറ്റി ഉള്ളതിൽ റെഡിയാക്കണം. അത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നുണ്ട്. വേരിയബിൾ ഓവർഹെഡിൻ്റെ കീഴിലുള്ളത് ഇൻഡയറക്റ്റ് ലേബർ 12,000, സ്റ്റോഴ്സ് ഇൻക്ലൂഡിങ് സ്പെയേഴ്സ് 4,000, ദെൻ സെമി വേരിയബിൾ ഓവർഹെഡ്സിൽ വരുന്നത് പവർ ഉണ്ട്, റിപ്പയേഴ്സ് ഉണ്ട്. അതിൽ പവർ എന്ന് പറയുന്നതിൽ 30% ഫിക്സഡ് ആണ്. അപ്പോൾ 30% ഫിക്സഡ് പറഞ്ഞാൽ ബാക്കി ഇപ്പോൾ എന്തായിരിക്കും, 70% വേരിയബിൾ ആയിരിക്കും. അത് ഓർമ്മ വേണേ. അപ്പോൾ പവർ 30% ഫിക്സഡ് 20,000, ദെൻ റിപ്പയേഴ്സ് 60% ഫിക്സഡ്. അത് എത്രയാണ്, 2,000 ആണ്. അപ്പോൾ റിപ്പയേഴ്സിൽ 60% ഫിക്സഡ് പറഞ്ഞാൽ ബാക്കി 40% എന്തായിരിക്കും, അത് വേരിയബിൾ ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ റിപ്പയേഴ്സ് 60% ഫിക്സഡ് എത്രയാണ്, ₹2,000. ഓക്കെ, ഇതാണ് വേരിയബിൾ ഓവർഹെഡിലുള്ളത്. ദെൻ ഫിക്സഡ് ഓവർഹെഡ്. ഫിക്സഡ് ഓവർഹെഡിൻ്റെ കീഴിലുള്ളത് ഡിപ്രീസിയേഷൻ 11,000, ഇൻഷുറൻസ് 3,000, സാലറീസ് 10,000. ടോട്ടൽ ഓവർഹെഡ് എല്ലാം കൂടിയിട്ടുള്ള ഓവർഹെഡ് 62,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കപ്പാസിറ്റി ആണെങ്കിലും അത് ഇപ്പോൾ തന്നിരിക്കുന്ന 80% കപ്പാസിറ്റിയുടെ, അപ്പോൾ 90% കപ്പാസിറ്റി ആണെങ്കിൽ ഫിക്സഡ് ഓവർഹെഡ് എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വേരിയബിൾ ഒന്നും തരാത്തത്. കാരണം ഫിക്സഡ് ഓവർഹെഡിൽ അത് ഫിക്സഡ് ആണ്. അപ്പോൾ അത് 80% ഡിപ്രീസിയേഷൻ 11,000 ആണെങ്കിലും മറ്റേ 90% എന്ത് തന്നെയായിരിക്കും, 11,000 ആയിരിക്കും കേട്ടോ. ഇൻഷുറൻസും സാലറീസ് എല്ലാം എന്ത് തന്നെയാണ് അതിൽ പറയുന്നത്, ഫിക്സഡ് തന്നെ പറയുന്നത് കേട്ടോ. ദെൻ ടോട്ടൽ എല്ലാം കൂടെ ടോട്ടൽ ഓവർഹെഡ് 62,000 പറയുന്നുണ്ട്. ദെൻ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ അവേഴ്സ് 1,24,000 അവേഴ്സ്. എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ അവേഴ്സ്, നമ്മൾ ഡയറക്റ്റ് ലേബറിൻ്റെ അവേഴ്സ് എത്രയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്, 1,24,000 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്നൊക്കെ എഴുതി അതിൽ 80% കപ്പാസിറ്റി 90% കപ്പാസിറ്റി എന്നൊക്കെ റെഡിയാക്കി അതിൽ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണതെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോവാം. ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ് നമ്മൾ നോക്കുന്നത് അല്ലേ, ആ മെത്തേഡ്. അതിൽ തന്നിരിക്കുന്നതിൽ 80% കപ്പാസിറ്റി ഫോർ ഓവർഹെഡ് എക്സ്പെൻസസ് എന്നാണ് തന്നിരിക്കുന്നത്. 80% കപ്പാസിറ്റിയുടെ ഓവർഹെഡ് തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ 90% കപ്പാസിറ്റി ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ബഡ്ജറ്റ് റെഡിയാക്കണം. അപ്പോൾ തന്നിരിക്കുന്നത് 80-ലാണ്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ആദ്യം തന്നെ എടുത്ത് എഴുതാം. അതല്ലെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് 80% കപ്പാസിറ്റി കാണും, ദെൻ 90%ൻ്റെ കാണും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാണാം. ഞാൻ ഫസ്റ്റ് മെത്തേഡ് ഇത് പറഞ്ഞുതരാം, ഈസി ആയിട്ട് ഫസ്റ്റ് എഴുതേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വേരിയബിൾ ഓവർഹെഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇൻഡയറക്റ്റ് ലേബർ എത്രയാണ് 80% കപ്പാസിറ്റിയിലുള്ളത്, 12,000. അത് നമ്മൾ എന്ത് എഴുതാം, 80%ൻ്റെ താഴെ 12,000 എന്ന് എഴുതാം. ദെൻ സ്റ്റോഴ്സ് ഇൻക്ലൂഡിങ് സ്പെയേഴ്സ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 4,000, അതും 80% കപ്പാസിറ്റിയുടെ താഴെ എഴുതുക. സെമി വേരിയബിൾ എക്സ്പെൻസ് പവർ എത്രയാണ്, 20,000. ദെൻ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് 2,000. ഇതെല്ലാം 80% കപ്പാസിറ്റിയിൽ തന്നിരിക്കുന്ന സംഭവങ്ങളാണ്, എന്താ പറയുക, ഡാറ്റാസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം എടുത്ത് എഴുതി വെച്ചു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതേപോലെ അല്ലേ വേരിയബിൾ ഓവർഹെഡിൻ്റെ ഇൻഡയറക്റ്റ് ലേബറും അതേപോലെ തന്നെ സ്റ്റോഴ്സ് ഇൻക്ലൂഡിങ് സ്പെയർസ് സെമി വേരിയബിൾ എക്സ്പെൻസസ് അതേപോലെ തന്നെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് 90% കപ്പാസിറ്റിയിലുള്ളതിൽ നമുക്ക് റെഡിയാക്കണ്ടേ, അല്ല അതിൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക, വേരിയബിൾ ഓവർഹെഡിൽ ഇൻഡയറക്റ്റ് ലേബർ 80% കപ്പാസിറ്റിയിൽ 12,000 ആണെങ്കിൽ ഇവിടെ 90% കപ്പാസിറ്റിയിൽ എത്ര വരുന്നു നമുക്ക്
നോക്കാം. ഓരോന്നെടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം 90%ൻ്റെ കപ്പാസിറ്റി എങ്ങനെയൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന്. ഇൻഡയറക്റ്റ് ലേബറിൽ 12,000 അല്ലേ പറഞ്ഞിരിക്കുന്നത്, 80% കപ്പാസിറ്റി. അത് നമുക്ക് 90% കപ്പാസിറ്റിയിലേക്ക് ബഡ്ജറ്റ് റെഡിയാക്കണമെങ്കിൽ എങ്ങനെ എഴുതുക നോക്കിക്കോളൂ. ഇൻഡയറക്റ്റ് ലേബർ ഏത് പെർസെൻറ്റേജിലാണ് കാണേണ്ടത്? 90% കപ്പാസിറ്റിയിലാണ് കാണേണ്ടത്. എത്രയാണ് എമൗണ്ട്? എത്രയാ? 12,000 അല്ലേ. അപ്പോൾ നമ്മളിവിടെ എഴുതി 12,000 എന്ന് എഴുതി. ഓക്കെ, 12,000 ഡിവൈഡ് ബൈ 80%. കാരണം ഇത് 80%ൻ്റെയാണ് ഈ പറഞ്ഞ 12,000. അപ്പോൾ നമ്മൾ താഴെ എഴുതുക? 80 ഇൻറ്റു എത്ര പെർസെൻറ്റേജിൻ്റെ കപ്പാസിറ്റിയാണ് കാണുന്നത്? 90% കപ്പാസിറ്റിയുടെ കാണുന്നത്. അപ്പോൾ 12,000 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 90. അപ്പോൾ എത്ര വരും? 13,500 വരും. അതാണ് നമ്മുടെ ഏതിൽ വരിക? ഈ പറഞ്ഞ 90% കപ്പാസിറ്റിൻ്റെ അവിടെ എഴുതി വയ്ക്കുക, 13,500. ക്ലിയർ? ഇനി ഏതാണുള്ളത്? സ്റ്റോഴ്സ് ആണ്. സ്റ്റോഴ്സ് ഇൻക്ലൂഡിങ് സ്പെയർസിൽ 4,000 ആണ്. അത് 80% കപ്പാസിറ്റിയിൽ നമുക്ക് 90% കപ്പാസിറ്റിയിലേക്ക് ആക്കണം. അപ്പോൾ സ്റ്റോഴ്സ് 4,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 90. ഇനി ഇവിടെ എത്ര പെർസെൻറ്റേജിലേക്കാണ് ആക്കണത് അതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ 90% ആയതുകൊണ്ട് ഇൻറ്റു 90. അപ്പോൾ എത്ര വരിക? 4,500. അത് നമ്മൾ എഴുതി 4,500 90% കപ്പാസിറ്റിയിലേക്ക് എഴുതി. ക്ലിയർ ആയോ? ഇത് ഓൾറെഡി തന്നിരിക്കുന്നതാണ് 80%. നമുക്ക് 90% കപ്പാസിറ്റിക്ക് ആക്കണമെങ്കിൽ ഇതേ ഡിവൈഡ് ബൈ എത്രയാണ്? 80%ൻ്റെ കാര്യം അല്ലേ, 12,000 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 90. 90യുടെ കാണണം പറഞ്ഞപ്പോൾ അങ്ങനെ. ക്ലിയർ ആയോ? ഇനിയുള്ളത് ഏതാ? സെമി വേരിയബിൾ എക്സ്പെൻസ് പവർ അല്ലേ, അത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് സെമി വേരിയബിൾ എക്സ്പെൻസ് ആണ്. അതിൽ പവർ എത്ര? 80% കപ്പാസിറ്റിയിൽ 20,000 ആണ്. ഇനി നമുക്കത് 90% കപ്പാസിറ്റിയിലേക്ക് കാണണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പവർ ഫിക്സഡ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫിക്സഡ് എന്ന് പറയുന്നത് 30%. അത് ഇനിയിപ്പോൾ 80% ആയാലും 90% കപ്പാസിറ്റി ആയാലും 60% കപ്പാസിറ്റിയിൽ ഏത് കപ്പാസിറ്റിയുടെ പെർസെൻറ്റേജ് ആണെങ്കിലും ഫിക്സഡ് എമൗണ്ട് എന്ത് തന്നെയായിരിക്കും? പെർസെൻറ്റേജ് എത്ര തന്നെയായിരിക്കും? 30% തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റമില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 20,000ൻ്റെ 30% എത്രയാ? 20,000 ഇൻറ്റു 30/100 6,000. അത് ഫിക്സഡ് ആണ്. അപ്പോൾ പവറിൻ്റെ വേരിയബിൾ എത്രയാ? ഫിക്സഡ് 30%. അപ്പോൾ വേരിയബിൾ എത്രയാ? 70% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് എഴുതാം? 20,000 ഇൻറ്റു 70/100 എത്രയാ? 14,000. അതിൽ വ്യത്യാസം വരും അല്ലേ. വേരിയബിളിൽ ഈ പറഞ്ഞ 14,000ഉം നമ്മുടെ 90% കപ്പാസിറ്റിയിൽ വരുമ്പോൾ ഡിഫറെൻ്റ് ആവില്ല. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ അറിയാം 14,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 90. 80% ആയതുകൊണ്ട് താഴെ 80 ഇൻറ്റു 90 എന്ന് എഴുതുക. അപ്പോൾ എത്ര വരിക? 15,750. അപ്പോൾ പവറിൽ ഫിക്സഡ് ആയിട്ടുള്ളത് 6,000ഉം വേരിയബിൾ ആയിട്ടുള്ളത് 15,750 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 21,750. അതാണ് നമ്മൾ സെമി വേരിയബിൾ എക്സ്പെൻസസ്. അതിലെ പവർ എന്ന് പറയുന്നത് എത്ര എഴുതുക? 21,750 എന്ന്. ക്ലിയർ ആയോ? ഇപ്പോൾ ഇത് സെമി വേരിയബിൾ എക്സ്പെൻസസിലെ പവറിൽ ഫിക്സഡും തന്നിട്ടുണ്ട്, വേരിയബിളും തന്നിട്ടുണ്ട്. 30% ഫിക്സഡ്, അതിലൊരു ചേഞ്ചസ് ഇല്ല. ദെൻ വേരിയബിൾ 70% ആണ്. അപ്പോൾ അതിൽ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. 80% കപ്പാസിറ്റിയിൽ ഒരു എമൗണ്ട് ആയിരിക്കും, 90% ഒരു എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എത്രയാണോ പെർസെൻറ്റേജ് അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം 90%ലേക്ക് മാറ്റണം. 90%ലേക്ക് മാറ്റുമ്പം തന്നിരിക്കുന്നതല്ലേ 14,000 കിട്ടിയ 14,000 ഡിവൈഡ് ബൈ 80 പറഞ്ഞാൽ 18 കപ്പാസിറ്റി ഇൻറ്റു എത്ര കപ്പാസിറ്റി കാണേണ്ടത്? 90. അപ്പോൾ 15,750. അപ്പോൾ ഫിക്സഡും വേരിയബിളും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 21,750 അതുകൊണ്ട് എടുത്തെഴുതി. ക്ലിയർ? റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ് 90% കപ്പാസിറ്റിയിൽ എത്രയാണ് നമുക്ക് കിട്ടുക നോക്കാം. ഓക്കെ, അതിൽ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റെനൻസിൽ 80% കപ്പാസിറ്റിയിൽ 2,000 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് എഴുതാം. അവിടെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റെനൻസിൽ ഫിക്സഡ് എത്ര തന്നിരിക്കുന്നത്? 60% ആണ്. അപ്പോൾ 2,000ൻ്റെ 60% കാണാം. അപ്പോൾ 2,000 ഇൻറ്റു 60/100 ഈക്വൽ ടു എത്ര വന്ന്? 1,200 1200 വന്നു. 60% ഫിക്സഡ് ആണെങ്കിൽ ബാക്കി എത്ര ശതമാനം? 40%. ഇത് 40%. അത് എന്തായിരിക്കും? അപ്പോൾ വേരിയബിൾ ആയിരിക്കും. അപ്പോൾ 40% എന്ത് ചെയ്താൽ കണ്ടാൽ മതി? വേരിയബിൾ കണ്ടാൽ പോരെ. അപ്പോൾ 2,000 ഇൻറ്റു 40/100 ഹൗ മച്ച്? എത്രയാ? 800. ഓക്കെ, ഇത് വേരിയബിളാണ്. വേരിയബിൾ ആവുമ്പോൾ കപ്പാസിറ്റി മാറുന്നതനുസരിച്ച് എമൗണ്ട് മാറില്ലേ? ഫിക്സഡ് ആണെങ്കിൽ ഇതേ പറഞ്ഞ 1,200 തന്നെ ആയിരിക്കും. 90% കപ്പാസിറ്റിയിൽ 1,200 വരും. അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഫിക്സഡിൽ 60% എന്ന് എഴുതിയിട്ട് 90% കപ്പാസിറ്റിയിൽ 60% എന്ന് എഴുതുമ്പോൾ ഈ 1,200 കൂടി ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേരിയബിൾ എത്ര? 800. അപ്പോൾ പക്ഷെ അത് എത്രൻ്റെ ആയിരുന്നു? 80%ൻ്റെ ആണ് അല്ലേ. നമുക്ക് എത്രയാണ് കണ്ടത്? 90%ൻ്റെ കാണണം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത പോലത്തെ 800 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 90, അപ്പോൾ എത്ര വരും, 900 വരും. അപ്പോൾ നമുക്ക് 1200 പ്ലസ് 900 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക, 2100, 2100 വരും. മനസ്സിലായോ? ഇത് ഈ 2100 2100 ആണ് എത്ര, 90% കപ്പാസിറ്റിയുടെ. ഇനി അത് 80% കപ്പാസിറ്റി ഓൾറെഡി തന്നത് കൊണ്ട് 2000 തന്നെയാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഓർത്ത് നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞുതരാം, ഐഡിയ പറഞ്ഞുതരാം. ഇതിൽ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് 80% ആകുമ്പോൾ 60% ആണെന്നല്ലേ പറഞ്ഞ. ഫിക്സഡിൽ എത്ര പെർസെൻറ്റേജ് ആയാലും 60 ആയാലും 70 ആയാലും 80 ആയാലും 90 ആയാലും എല്ലാം എന്തുതന്നെയാണ്, പെർസെൻറ്റേജ് എമൗണ്ട് ഒരേപോലെ തന്നെ ആയിരിക്കും, 1200 തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ എത്ര, 2000 ഇൻറ്റു 60/100 എന്ന് പറയുമ്പോൾ 1200 വന്നു. ഇനി 60% ഫിക്സഡ് ആണെങ്കിൽ വേരിയബിൾ എത്രയായിരിക്കും, 40%. അപ്പോൾ 2000 ഇൻറ്റു 40/100 ഇപ്പോൾ എത്ര വരും, ഈ പറഞ്ഞ് 800 വരും. അപ്പോൾ നോക്കിയേ, 80% കപ്പാസിറ്റി ആണെങ്കിൽ നോക്കൂ, 1200 പ്ലസ് 800 എത്രയാണ് വന്നത്, ഇപ്പോൾ നോക്കൂ 2000 വന്നില്ലേ. അത് 80%-ൻ്റെ വ്യത്യാസമില്ല. പക്ഷെ നമുക്ക് കാണേണ്ടത് 90 ആയതുകൊണ്ടാണ് ആ കിട്ടിയിരിക്കുന്ന 800-നെ മാത്രം മാറ്റിയത്. ഫിക്സഡ് ആണെങ്കിൽ അതേ എമൗണ്ട് തന്നെയാണ്, അതുകൊണ്ടാണ് ഇവിടെ 1200 വെച്ചിട്ട് മാറ്റാതെ എഴുതിയത്. മനസ്സിലായി? ഇനിയിപ്പോൾ നേരെ തിരിച്ചാണെങ്കിലോ, ഫിക്സഡ് 40യും വേരിയബിൾ 60 ആണെങ്കിൽ അതേപോലെ പെർസെൻറ്റേജ് മാറ്റിയിട്ട് അടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എത്രയാ, 2100 എന്ന്. ക്ലിയർ ആയോ? ഇതിൽ പവർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സെമി വേരിയബിൾ എക്സ്പെൻസസ് പവർ അല്ലേ. അതിൽ എത്രയാണ് പവർ എന്ന് പറയുന്നത്, 80% 20,000 ആണ്. അതിൽ പവറിൽ ഫിക്സഡ് പെർസെൻറ്റേജ് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്യണ പോലെ നോക്കിക്കോളൂ. 80% 90%. ഫിക്സഡിൽ 20,000 ഇൻറ്റു 30/100, അത് 30% ആണ്. അപ്പോൾ എത്രയാണ് എമൗണ്ട്, എത്ര തന്നെയാണ്, 6000 ആണ്. അപ്പോൾ അത് 80%-ലും 6000 തന്നെയാണ്, 90%-ലും തന്നെയാണ് ഈ 6000 തന്നെയാണ്. കാരണം എന്താ, ഫിക്സഡ് അല്ലേ, റേറ്റ് 30% പറഞ്ഞാൽ അത് എത്ര കപ്പാസിറ്റി ആയാലും പെർസെൻറ്റേജ് എത്ര തന്നെയാണ്, സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ 6000-ഉം ഇവിടെയും 6000 വരിക, മാറ്റമില്ല. ഇനി വേരിയബിൾ ആണെങ്കിൽ ഇവിടെ 30 ആണെങ്കിൽ ബാക്കിയുള്ളത് എത്രയാ, 70% അല്ലേ. അപ്പോൾ വേരിയബിളിൽ 20,000 ഇൻറ്റു 70% അപ്പോൾ എത്ര വരും, 14,000, 14,000 വരും. ഏത് 80%-ൻ്റെ കപ്പാസിറ്റിയിൽ 14,000 വരും. ഈ 14,000-ഉം ഈ 6,000 കൂടിയിട്ടാണ് നമുക്ക് പവറിൽ ഇവിടെ 80%-ൻ്റെ 20,000 വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് നമുക്കതിന് വേറെ ഇതിലേക്ക് മാറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് തന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ 20,000 എഴുതാം. പക്ഷേ ഞങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, 14,000 കിട്ടി. വേരിയബിൾ ആണ്, അപ്പോൾ 80%-ൽ 14,000 ആണെങ്കിൽ 90%-ൽ മാറില്ലേ, കാരണം ഫിക്സഡ് ആയതുകൊണ്ട് മാറ്റമില്ല. പക്ഷേ വേരിയബിൾ ആയതുകൊണ്ട് എന്താ, അവിടെ മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക, 14,000 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 90, അപ്പോൾ വരും 15,750 വരും. എന്നിട്ട് ഈ ഫിക്സഡ് ആയ 6,000-ഉം ഈ പറയുന്ന 15,750 കൂടി ആഡ് ചെയ്യുമ്പോൾ 21,750, അതാണ് നമ്മൾ 21,750 എന്ന് എഴുതുന്നത്. മനസ്സിലായി? ഇത് പവറിൻ്റെ 80% 90% ഒരു കമ്പാരിസൺ ചെയ്തപ്പോൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയത് വേരിയബിൾ ഓവർ ഹെഡ് ആയിരുന്നു. ഇനിയിപ്പോൾ അതിൽ തന്നെ പറയുന്നത് എന്താ, ഫിക്സഡ് ഓവർ ഹെഡ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഫിക്സഡ് ഓവർ ഹെഡ് പറയുമ്പം അതിൽ മാറ്റങ്ങളില്ല ഇല്ലേ, എമൗണ്ടുകൾ നിന്നുണ്ടാവും. എത്ര കപ്പാസിറ്റി ആണെങ്കിലും എമൗണ്ട് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ 11,000, 80% കപ്പാസിറ്റി 11,000, 90% കപ്പാസിറ്റി 11,000, മാറ്റം ഇല്ലല്ലോ. ദെൻ ഇൻഷുറൻസ് 3,000 ആണ് തന്നിട്ടുള്ളത് 80% കപ്പാസിറ്റിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേഞ്ചസ് ഇല്ല, ഫിക്സഡ് ആണ്. അപ്പോൾ അവിടെ എത്രയാ, 90% കപ്പാസിറ്റി ആയാലും മതി, എത്ര കപ്പാസിറ്റി ആയാലും എത്ര തന്നെയാണ്, 3,000. ദെൻ സാലറീസ് 10,000, അപ്പോൾ 90% കപ്പാസിറ്റിയിൽ 10,000. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഓവർ ഹെഡ് നോക്കാം. ടോട്ടൽ ഓവർ ഹെഡ് പറയുമ്പോൾ ഏതൊക്കെ വരും, നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്ന വേരിയബിൾ ഓവർ ഹെഡിൻ്റെ ടോട്ടലും ആ ഒരു സെക്ഷൻസ് മൊത്തം 80%-ന് ടോട്ടൽ ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞ 80%-ൻ്റെ ഫിക്സഡ് ഓവർ ഹെഡിന് ടോട്ടൽ ചെയ്യുക. അങ്ങനെ വേരിയബിൾ ഓവർ ഹെഡും ഫിക്സഡ് ഓവർ ഹെഡും ടോട്ടലാണ് എത്ര, 62,000. ഏത് കപ്പാസിറ്റിയുടെ, 80% കപ്പാസിറ്റിയുടെ 62,000-ഉം 90%-ൻ്റെ കപ്പാസിറ്റിയുടെ ടോട്ടൽ, അതായത് വേരിയബിൾ ഓവർ ഹെഡിനും കൂടി ടോട്ടൽ ചെയ്യണം. അതായത് 13,500 പ്ലസ് 4,500 പ്ലസ് 21,750 പ്ലസ് 2,100 പ്ലസ് ഈ പറയുന്ന ഫിക്സഡ് ഓവർ ഹെഡിലെ 11,000 പ്ലസ് 3,000 പ്ലസ് 10,000 അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ എത്ര വരിക, ടോട്ടൽ 65,850 വരും. ഓക്കെ, ഇത് 90% കപ്പാസിറ്റിയുടെയും കിട്ടി.
എസ്റ്റിമേറ്റഡ് ലേബർ അവേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് 1,24,000 അവേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. 1,24,000 അവേഴ്സ് മണിക്കൂർ എന്ന് 80% കപ്പാസിറ്റിയുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയും ചെയ്തതിന് സൂപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 90% കപ്പാസിറ്റി ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തോടെ. എങ്ങനെയാ 90% കപ്പാസിറ്റി പറയുമ്പോൾ 1,24,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 90 എത്രയാ? 1,39,500. സിമ്പിൾ. അത് നമ്മളിവിടെ എഴുതി 1,39,500 അവേഴ്സ് എന്ന് എഴുതി. ക്ലിയർ ആയോ? എസ്റ്റിമേറ്റഡ് ലേബർ അവേഴ്സ് എടുത്തത് ക്ലിയർ ആയോ? ക്ലിയർ. ഇനി നമുക്ക് ഇതിൻ്റെ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ നമുക്ക് നോക്കാം അല്ലേ. ഒരു മണിക്കൂറിന് എത്രയാണ് ഈ പറയുന്ന ഓവർ ഹെഡിന് റേറ്റ് 80% കപ്പാസിറ്റിക്കും 90% കപ്പാസിറ്റിക്കും എത്രയാണ്? അപ്പോൾ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ ഈക്വൽ ഫോർമുല എന്താ? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ലേബർ അവേഴ്സ് ആണ്. ഇവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 80% കപ്പാസിറ്റിയുടെ 62,000 ആണ്. അപ്പോൾ 62,000 എഴുതി ഡിവൈഡഡ് ബൈ എത്ര? എസ്റ്റിമേറ്റഡ് ലേബർ അവേഴ്സ് 1,24,000. അത് 1,24,000 എഴുതി. അപ്പോൾ എത്ര വരിക? 0.50 വരും. അതാണ് ഓവർ ഹെഡ് റേറ്റ് പെർ അവർ 0.50. 90% കപ്പാസിറ്റിയുടെ ആവുന്ന സമയത്ത് എങ്ങനെ എഴുതുക? ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 65,850 ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലേബർ അവേഴ്സ് എത്രയാണ്? 1,39,500. അത് താഴെ ഡിവിഷൻ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഈക്വൽ ടു എത്ര വരിക? 0.472. അപ്പോൾ എത്ര വരിക? 90% കപ്പാസിറ്റിക്ക് 0.472. ഓക്കെ. അപ്പോൾ 80% 0.50, അതേപോലെ 90%ൻ്റെ 0.472. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ 2 കപ്പാസിറ്റിയുടെ ബേസിൽ നമ്മൾ എഴുതി റെഡിയാക്കിയത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോട്ട് എഴുതി റെഡിയാക്കി വെക്കുക. എക്സാമിനൊക്കെ ചോദിക്കാനുള്ള ചോദ്യമാണിത്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.